ഹായ് ഗൈസ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ടേസ്റ്റ് വെച്ചിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ദേശാടൻ എക്കോ വാലി റിസോർട്ടിലാണ്. ഇത് കാന്തല്ലൂരാണ്. അപ്പോൾ നമുക്ക് ഈ കാന്തല്ലൂർ വരുന്നവർക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഫാമിലിയായിട്ടും ബാച്ചിലേഴ്സിനൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു റിസോർട്ടാണ് കേട്ടോ ഇത്. ഇവിടെ ഉള്ളത് മഡ് ഹൗസ് ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് മഡ് ഹൗസാണ്. അതിൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണിക്കാം. അതിനോടൊപ്പം ഇത് സ്റ്റോൺ ഹൗസ് ഉണ്ട്. പിന്നെ വളരെ മനോഹരമായ വലിയൊരു റെസ്റ്റോറൻറ്റും ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ നമുക്ക് നല്ല നേച്ചർ ഫ്രണ്ട്ലിയാണ്. ഇതിനടുത്ത് തന്നെ ഒത്തിരി നമുക്ക് തോട്ടങ്ങളുണ്ട്. പോയി കാണേണ്ടവർക്ക് ആപ്പിൾ തോട്ടം, അതുപോലെ സ്ട്രോബെറി, അങ്ങനെയുള്ള ഒത്തിരി തോട്ടങ്ങളും ഉണ്ട്. അങ്ങനെ പോകേണ്ടവർക്ക് ഇവിടുന്ന് വിസിറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. നമസ്കാരം, ഞാൻ അമൽ, കാന്തല്ലൂർ ദേശാടൻ എക്കോ വാലി റിസോർട്ടിലെ ഷെഫ് കം മാനേജറാണ്. നമുക്കിപ്പോൾ ഇവിടെ ടോട്ടലായിട്ട് 5 റൂംസാണ് ഉള്ളത്. അത് എല്ലാം മഡ് ഹൗസുകളാണ്. വ്യത്യസ്തമായ രീതിയിൽ ചെയ്തേക്കുന്ന 5 റൂമുകളാണുള്ളത്. 3 സുപ്പീരിയർ റൂമും, ഒരു പ്രൈവറ്റ് വില്ല, ഒരു സുപ്പീരിയർ വില്ല. അപ്പോൾ നമുക്കിതിനകത്ത് നമുക്കിപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം മഞ്ഞും മഴയൊക്കെയുള്ളൊരു കാലാവസ്ഥയാണ് നവംബർ, ഡിസംബർ, ജനുവരി എന്ന് പറയുന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ നമുക്ക് കാന്തല്ലൂരിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കാന്തല്ലൂർ എല്ലാവിധ പഴവർഗ്ഗങ്ങളും വെജിറ്റബിൾസും എല്ലാം ഇവിടെ ഉണ്ടാകുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം ആപ്പിളിൻ്റെ, ഓറഞ്ചിൻ്റെയൊക്കെ സീസണാണ്. വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാം. അപ്പം എല്ലാവരും വരിക, നമ്മുടെ പ്രോപ്പർട്ടിയിൽ താമസിക്കുക. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്നതിനോട് ചേർന്നുള്ള ഈ റൂമാണ് ഇവിടുത്തെ റിസപ്ഷൻ കൗണ്ടർ. അതിനോട് ചേർന്ന് തന്നെയാണ് സുപ്പീരിയർ റൂംസ് ഉള്ളത്. ഈ സുപ്പീരിയർ മഡ് റൂംസിൽ ആദ്യത്തെ റൂമായിരുന്നു നമുക്ക് ലഭിച്ചിരുന്നത് കേട്ടോ. ഇവിടെ നല്ലൊരു ക്ലൈമറ്റാണ്. അതുപോലെ തന്നെ ഈ 3 റൂമുകൾ ഒരുമിച്ചാണ്. ഒരു ബിൽഡിങ്ങിൽ തന്നെ 3 പാർട്ടീഷൻ കൊടുത്തിരിക്കുന്ന റൂമുകളാണ് കേട്ടോ. അപ്പോൾ ഇതിൽ റൂമിന് നമ്മുടെ റൂം എല്ലാ അകത്തെ കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഫുള്ള് മഡ് കൊണ്ട് തന്നെയാണ്. ഇതിനകത്ത് കയറുമ്പോൾ ഒരു പ്രത്യേക ഒരു നല്ലൊരു ഇതാണ് കേട്ടോ. നല്ലൊരു എന്താ പറയുക, അനുഭൂതിയാണ്. നമുക്ക് വെളിയിൽ എത്ര തണുപ്പുണ്ടല്ലോ അത്രയും തണുപ്പ് അകത്ത് ഫീൽ ചെയ്യത്തുമില്ല. നല്ല സ്പേസ് ഉണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നല്ലൊരു റൂമാണ്. വിശാലമായ റൂം. അതുപോലെ പിള്ളേർക്കാണെങ്കിലും വിശാലമായ ഒരു ടെലിവിഷൻ ഉണ്ടായിരുന്നു. വലിയൊരു ടെലിവിഷൻ തന്നെയായിരുന്നു. അതുകൊണ്ട് പിള്ളേരും എൻജോയ് ചെയ്യാൻ പറ്റി. കാരണം നല്ല മഞ്ഞും ചെറുതായിട്ട് മഴയൊക്കെ ചാറുന്ന സമയത്ത് നമുക്ക് പിള്ളേരെ കൊണ്ട് വെളിയിൽ ഇറങ്ങാനൊക്കെ പാടുള്ളായിരുന്നു. അപ്പം ഇങ്ങനത്തെ റൂമുകളൊക്കെ ആകുമ്പം TV ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മുമ്പിൽ കുറച്ച് നേരം പിള്ളേരെ പിടിച്ചിരുത്താൻ എളുപ്പമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് നല്ലൊരു സൗകര്യമായിരുന്നു കേട്ടോ. പിന്നെ റൂമിനോട് ചേർന്ന് ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയിൽ നല്ല അടിപൊളി ഒരു വ്യൂ ആണ് കേട്ടോ. നല്ല നമുക്കറിയാം, ചിലപ്പം ഒന്നും കാണാൻ പറ്റില്ല. മൊത്തം മിസ്റ്റായിട്ട് നമുക്കൊന്നും ക്ലിയർ ആയിട്ടേ കാണാൻ സാധിക്കത്തില്ല. നമ്മുടെ റൂമിൻ്റെ ബാൽക്കണിയിലെ ചെയർ പോലും ശരിക്കും കാണാൻ പറ്റാത്തതുപോലെ മിസ്റ്റ് കയറി വരുന്നുണ്ടായിരുന്നു. പക്ഷെ അത്ര തണുപ്പ് ഫീൽ ചെയ്തില്ല കേട്ടോ. പക്ഷെ നല്ലൊരു ക്ലൈമറ്റാണ്. ഇടയ്ക്ക് ഇങ്ങനെ ക്ലിയർ ആയിട്ടും വരും. തണുപ്പ് ഫീൽ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് നല്ല മിസ്റ്റ് ഉള്ളപ്പോൾ ഇറങ്ങി നടക്കായിരുന്നു. സ്വെറ്ററിൻ്റെ ഒന്നും വലിയ ആവശ്യം വന്നില്ല. പിന്നെ പിള്ളേർക്ക് പിന്നെ ചുമയോ പനിയോ വന്നാലോ ഒന്നും കണ്ട് അവരൊന്ന് ജസ്റ്റ് ഒന്ന് ഇടിപ്പിച്ചെന്ന് മാത്രം. അല്ലാതെ ഞങ്ങളൊന്നും സ്വെറ്ററൊന്നും യൂസ് ചെയ്തില്ലായിരുന്നു കേട്ടോ. നമുക്ക് വെളിയിൽ ഇറങ്ങുമ്പോഴും മിസ്റ്റ് ഉണ്ടെങ്കിലും ഇവിടെ അത്ര തണുപ്പ് ഫീൽ ചെയ്തില്ല. അതൊന്നും നടക്കുന്നതുകൊണ്ടാണോന്നും അറിയത്തില്ല. എന്തായാലും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. പിന്നെ ഇവിടുത്തെ നമുക്ക് നല്ല തുണിയൊക്കെ വെക്കാൻ നല്ലൊരു ഷെൽഫ്, ചെരുപ്പ് വെക്കാനുള്ള റാക്കൊക്കെ ഉണ്ടായിരുന്നു. അതിനോട് ചേർന്ന് നല്ലൊരു ബാത്റൂം, നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് മാത്രമല്ല നല്ല വിശാലമായ ഒരു ബാത്റൂം തന്നെയാണ്. എല്ലായിടത്തും ഇവിടെയൊക്കെ തണുപ്പൊക്കെ ഉള്ള സ്ഥലം ഉണ്ടായതുകൊണ്ട് എല്ലായിടത്തും ഇപ്പം ചൂടുള്ള തണുപ്പുള്ളതൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് മഡ് റൂം, സുപ്പീരിയർ മഡ് റൂമിൻ്റെ ബാത്റൂമും ബെഡ്റൂമും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് മാറിയിട്ടാണ് സുപ്പീരിയർ വില്ലകൾ വരുന്നത്. സുപ്പീരിയർ വില്ല വന്നിട്ട് കുറച്ച് മഡ് കൊണ്ടും കുറച്ച് സ്റ്റോൺസിൽ പാറക്കഷ്ണങ്ങൾ കൊണ്ടുമാണ് പണിതിരിക്കുന്നത്. അതാണ് സുപ്പീരിയർ വില്ലയുടെ ഒരു പ്രത്യേകത പറയുന്നത്. അതും അതിൽ 90% മഡ് കൊണ്ട് തന്നെയാണ്. കുറച്ച് പോർഷൻസ് മാത്രം കരിങ്കല്ലും കൊണ്ട് ചെയ്തിരിക്കുന്നു. ഇതാണ് സുപ്പീരിയർ വില്ലകളുടെ പ്രത്യേകത. സുപ്പീരിയർ വില്ലകളിൽ പിന്നെ നമുക്ക് പ്രൈവറ്റ് എന്താണ് കപ്പിൾസിന് ഹണിമൂണിനൊക്കെ വരുന്നവർക്കൊക്കെ നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രൈവറ്റ് വില്ല തന്നെയാണ്. അതിനോട് ചേർന്ന് അതിൻ്റെ അടുത്ത് ബാൽക്കണിയിൽ നോക്കാമെങ്കിൽ നമുക്ക് റെസ്റ്റോറൻറ്റ് കാണാൻ സാധിക്കും. അതുപോലെ പ്രൈവറ്റ് വില്ലയും കാണാൻ സാധിക്കും. പ്രൈവറ്റ് വില്ല താഴെയായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് മലപ്രദേശമാണല്ലോ. അപ്പോൾ തട്ടായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ
പോർഷൻസാണ് ആദ്യം മേളിലായിട്ട് വരുന്നത്. താഴെ പിന്നെ നല്ലൊരു വിശാലമായ ഒരു ഗാർഡൻ ഉണ്ട്. അത്യാവശ്യം ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ട് നിറയെ ഊഞ്ഞാലുകളുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ റാബിറ്റ് മുയലുകളും ഒക്കെ ഉണ്ട്. പിന്നെ അല്ലാതെ ഈ കോമ്പൗണ്ടിൽ തന്നെ ഓറഞ്ചും അല്ലാതെ നമുക്ക് നല്ല ഭംഗിയുള്ള കുറേ ചെടികളും പൂക്കളും ഒക്കെ ഉണ്ടായിരുന്നു. ഓറഞ്ചൊക്കെ നിറയെ കുഞ്ഞു കുഞ്ഞു ഓറഞ്ച് പഴുത്തും താഴെ കിടക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ എന്തായാലും എടുത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സുപ്പീരിയർ വില്ലയുടെ ഇന്റീരിയർ ഭാഗം, അതായത് അകത്തെ കാഴ്ചകൾ. ഇത് നല്ലൊരു റൂമാണ്. ഇപ്പം ഇവിടെ ഇത് എല്ലാത്തിനും സീസണിനനുസരിച്ച് റേറ്റിൽ വ്യത്യാസമുണ്ട് കേട്ടോ. സീസൺ ടൈമിൽ ഇച്ചിരി റേറ്റ് എല്ലായിടത്തും കൂടുതലായിരിക്കും. ഇവിടുന്ന് മാത്രമല്ല ബാക്കി എല്ലാ റിസോർട്ടുകളും സീസൺ ടൈമുകളിൽ ഇച്ചിരി കൂടുതലായിരിക്കും. അല്ലാത്ത സമയത്തൊക്കെ ഒരു അഫോർഡബിൾ റേറ്റിൽ തന്നെ നമുക്ക് ഇതെല്ലാം ലഭിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർക്ക് ഇങ്ങനെ ചൂസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഹണിമൂണൊക്കെ ആയിട്ട് വരുന്നവർക്കും ഈ റൂമുകളൊക്കെ ചൂസ് ചെയ്യാവുന്നതാണ്. ഈ റൂമിൽ പിന്നെ ടോയ്ലറ്റും ബാത്റൂമും രണ്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ റൂമിലൊക്കെ രണ്ടും കൂടെ ഒരു റൂമിലായി ഒരുമിച്ചാണ്. ഇവിടെ രണ്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ നടുക്കായിട്ടൊരു വാഷ് ബേസിൻ ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ നടന്ന് ചെല്ലുന്നതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റും ഫുള്ളും മണ്ണുകൊണ്ടാണ്. മേളിൽ പുല്ലുകൊണ്ട് എന്താണ് മേൽക്കൂരയുണ്ട്. അതുപോലെ തറയിൽ ഒന്നും ചെയ്തിട്ടില്ല. മണ്ണ് അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. മണൽ ചെറിയ ചരൽ പോലത്തെ മണ്ണാണ്. തറയല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടുമില്ല. നല്ല ടേസ്റ്റി ഫുഡാണ്. പ്രത്യേകം നിങ്ങൾ കണ്ടു കാണും. അമൽ ഷെഫ് കം മാനേജർ ഇപ്പം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തല്ലോ, ആ വ്യക്തിയാണ് ഇവിടുത്തെ മെയിൻ ഷെഫ്. നല്ല ടേസ്റ്റി ഫുഡൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്, ബുഫേ സിസ്റ്റം ആയിരുന്നു. ഞങ്ങൾക്കല്ലാതെ ലഞ്ചും ഡിന്നറും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ട് ഞങ്ങൾക്ക് നല്ല വെജ് വേണ്ടവർക്ക് വെജ്, നോൺ വെജ് വേണ്ടവർക്ക് അങ്ങനെ ഉണ്ടാക്കി തരും കേട്ടോ. അതൊക്കെ നല്ല വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി തന്നു. ഇപ്പോൾ റെസ്റ്റോറൻറ്റ് അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങുമ്പോഴാണ് നമുക്ക് പ്രൈവറ്റ് വില്ല വരുന്നത്. അതായത് നമ്മുടെ പ്രൈവറ്റ് വില്ലയിൽ പ്രത്യേകം ഒരു കവാടം പോലെയൊക്കെ ഉണ്ട്. അതിന് ആ കവാടമാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ഇത് ലോക്കാണ്. ഇത് ഓപ്പൺ ചെയ്ത് അകത്തോട്ട് ചെല്ലുമ്പോഴാണ് നമ്മുടെ റൂമുകൾ വരുന്നത്. അതിൻ്റെ പ്രൈവറ്റായിട്ടൊരു മിറ്റും ഉണ്ട്. അതാണ് ഈ പ്രൈവറ്റ് വില്ലയുടെ പ്രത്യേകത. ഇത് ഫുള്ളും മണ്ണുകൊണ്ട്, ഒരു ബാത്റൂമിൻ്റെ പോർഷൻസ് കുറച്ച് സ്റ്റോൺസ് കൊണ്ടാണ് ഈ പ്രൈവറ്റ് വില്ല ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് എന്താണ് ഒരു അപ്പനും അമ്മയും മക്കളൊക്കെ ആയിട്ട് അങ്ങനെ വരുന്നവർക്ക് പ്രൈവറ്റായിട്ട് മീൻസ് നല്ല പ്രൈവസിയോടെ താമസിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ബുക്ക് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് മെയിൻ അട്രാക്ഷൻ പറഞ്ഞാൽ ഇവിടുത്തെ ബാത്റൂമിനകത്ത് ഒരു ടബുണ്ട്. അതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും അകത്തെ ഇന്റീരിയറിലും ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ആ കാഴ്ചകളും കൂടെ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കൂ. പ്രൈവറ്റ് വില്ലയിൽ നിന്ന് ഇറങ്ങുന്നത് മുറ്റത്തോട്ട്, അല്ലെങ്കിൽ കയറുന്ന എൻട്രൻസും ഈ മുറ്റത്തിൽ നിന്നാണ്. നമ്മുടെയൊക്കെ ബാൽക്കണിയിൽ നിന്ന് കാണുന്ന വ്യൂ ആണ് ഇവിടെ. നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് കാണുന്ന ആ ഒരു പ്ലേസാണ് ഇത് കേട്ടോ. ഇവിടെ നമുക്ക് ക്യാമ്പ് ഫയറിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഇപ്പം മഞ്ഞും ഇതൊക്കെ ആയതുകൊണ്ട് ഞങ്ങളൊന്നും ചെയ്തില്ല. അല്ലാത്തവർക്ക് നിങ്ങൾക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുന്നവർക്കൊക്കെ അങ്ങനെ ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ നിറയെ മുയലുകളെ വളർത്തുന്നുണ്ട്. എൻ്റെ മോൾക്ക് മുയലിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ നമുക്ക് പിള്ളേരെയും കൊണ്ട് വന്നാലും നന്നായിട്ട് ഇവിടെയൊക്കെ ഊഞ്ഞാലുകളൊക്കെ ഉണ്ട്. കുറച്ച് ഊഞ്ഞാലുകളൊക്കെ ഈ തുണികളുടെ ഇതുകൊണ്ട് മഞ്ഞൊക്കെ വരുന്നത് നനഞ്ഞെടുപ്പുണ്ട്. അല്ലാത്ത ഈ റബ്ബർ കൊണ്ടൊക്കെയുള്ള ഇരിക്കുന്ന സീറ്റുള്ള പോലത്തെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിലേക്കാണ്
പിള്ളേർക്ക് എൻജോയ് ചെയ്യാനൊക്കെ പറ്റുമായിരുന്നു. പിന്നെ ആണെങ്കിൽ നടക്കാൻ തന്നെ നല്ല രസമാണ്. ഒരു പ്രത്യേക വലിയ അങ്ങനെ നമുക്ക് ചൂടും ഫീൽ ചെയ്യത്തില്ല, വലിയ തണുപ്പും ഫീൽ ചെയ്യില്ല. പിള്ളേരെയും കൊണ്ടൊക്കെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ റിലാക്സ് ചെയ്തൊക്കെ ഇരിക്കാനും നടക്കാനും ഒക്കെ പറ്റുമായിരുന്നു. ഇടയ്ക്ക് നല്ല ക്ലിയർ ആയിട്ട് വരും, അതുപോലെ പെട്ടെന്ന് തന്നെ ഭയങ്കര മിസ്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ക്ലിയർ ആയിരുന്നു വരുന്ന സമയത്താണ് നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തത്. അപ്പോൾ തന്നെ മേളിൽ നിന്ന് കണ്ടോ നിങ്ങൾക്ക് കാണാം മിസ്റ്റൊക്കെ കയറി വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അങ്ങ് വരികയും ചെയ്യും, കുറച്ച് നേരമൊക്കെ നിൽക്കും, പിന്നെ പെട്ടെന്ന് അങ്ങ് പോവുകയും ചെയ്യും കേട്ടോ. ചില സമയത്ത് ലോങ് ആയിട്ടും മിസ്റ്റിങ് നിൽക്കുന്ന കാണാം. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ ബാൽക്കണിയാണ് ഇതിപ്പം. ഇത് അടുപ്പിച്ചാണ് ഈ 3 റൂമുകളും വരുന്നത് കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഈ കോമ്പൗണ്ടിൽ തന്നെ ഒത്തിരി ഓറഞ്ച് മരങ്ങൾ കണ്ടു, നിറയെ ഇതുപോലെ ഓറഞ്ചൊക്കെ ആയിട്ട്. പിന്നെ രാത്രിയായപ്പോൾ നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ്. ലൈറ്റിംഗ് ഒക്കെ ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ട്. നമ്മൾ മുമ്പിൽ നിന്ന് ക്യാമ്പ് ഫയർ ഒക്കെ കാണാൻ വേണ്ടി. ആ കാണുന്ന മരങ്ങൾ ഓറഞ്ച് മരങ്ങളാണ് കേട്ടോ. അതിലും നിറയെ ഓറഞ്ച് ഉണ്ടായിരുന്നു. പഴുത്തും താഴെയും കിടപ്പുണ്ട്, കുറച്ചൊക്കെ അതിനകത്ത് നിൽപ്പുണ്ട്. ഞങ്ങളെന്തെങ്കിലും പറിക്കുകയും ചെയ്തില്ല. പിന്നെ നമ്മുടെ ക്യാമ്പസിൽ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന റിസോർട്ടിൻ്റെ ഫുൾ രാത്രിയിൽ ലൈറ്റിംഗ് ചെയ്തപ്പോൾ ഉള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. നിങ്ങളെല്ലാവരും നമ്മുടെ ദേശാടൻ എക്കോ വാലി റിസോർട്ടിലെ കാഴ്ചകൾ കണ്ടെന്ന് വിചാരിക്കുന്നു. വളരെ മനോഹരമായ കാഴ്ചകളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫാമിലി ആയിട്ട് വന്നാൽ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വെക്കേഷൻ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഇത് തിരഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു റിസോർട്ടിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു.